ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ജാനമ്മളുടെ ബാപ്റ്റിസമാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിലേക്ക്. 11:30ക്കാണ് പള്ളിയിൽ. ചേട്ടൻ്റെ വീട്ടുകാരെല്ലാവരും ഓൾറെഡി പള്ളിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ് ജാനമ്മളുടെ പേരിന് കാരണബോധിയായിട്ടുള്ള വിശുദ്ധ. അങ്ങനെ തെരേസ എന്ന പേര് സ്വീകരിച്ചുള്ള ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം കൂടിയാണെന്ന്. ചേട്ടയുടെ പപ്പയും മമ്മിയാണ് അവളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അവൾക്ക് വേണ്ടി ചേട്ടൻ്റെ പപ്പയും മമ്മിയായിരിക്കും ഇന്ന് വിശ്വാസം ഏറ്റു പറയുന്നത്. 11:30ക്കാണ് നമ്മുടെ പള്ളിയിലെ പരിപാടികൾ പറഞ്ഞിരുന്നത്. 11:30 അച്ഛൻ പുറത്തേക്ക് വന്ന് ഇവിടെ നിന്ന് വിശ്വാസം ഏറ്റു പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് കയറുക. എല്ലാവരും കുട്ടി ഭയങ്കര കരച്ചിലൊക്കെ ആവുമെന്ന് പറഞ്ഞെങ്കിലോ അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഈ കുഞ്ഞിനെ ഈശോയുടെ നാമത്തിൽ ക്രൈസ്തവ സഭയിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ഈ കർമ്മത്തിൽ നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടെ പങ്കെടുത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാമോദീസയ്ക്ക് ശേഷം ചെറിയൊരു ഫോട്ടോഷൂട്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 7ാം മാസം എന്നെ പ്രസവത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നതാണ് എൻ്റെ വീട്ടുകാർ. ഇന്ന് ചേട്ടൻ്റെ വീട്ടുകാർ ഞങ്ങൾ രണ്ടുപേരെയും തിരിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് തൃശ്ശൂർക്ക്. മാമോദീസയോടൊപ്പം തന്നെ നമ്മുടെ അമ്മച്ചി ഇന്ന് 93 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ കൂടിയുണ്ട്. അപ്പം 93ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ അമ്മച്ചിക്ക് വേണ്ടിയും ഇന്ന് മാമോദീസയിലൂടെ ക്രിസ്തീയ കുടുംബത്തിലേക്ക് അംഗമായ ജാനയ്ക്ക് വേണ്ടി അതുപോലെ എല്ലാവരെയും നമുക്ക് പ്രത്യേകിച്ച് ദൈവത്തെ സമർപ്പിച്ച് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളും കേക്ക് കട്ട് ചെയ്തു. ശേഷം ഇനി അവൾക്ക് പ്രസൻറ്റേഷനുള്ള സമയമാണ്. ആകെ തിക്കുന്നതിരക്കായപ്പോൾ അവൾ നല്ല സൗണ്ടിൽ കരഞ്ഞു തുടങ്ങി. എന്നെ പോകാനൊരുങ്ങുന്നുണ്ട്. ഞാൻ ഡ്രസ്സ് മാറാനായിട്ട് കഴിഞ്ഞ് സാരി എടുത്ത് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടായി ഉള്ളതിനായിട്ട് സ്റ്റേജിലിരുന്നു. ഇപ്പോൾ ചേട്ടൻ്റെ ആൾക്കാരും അങ്ങനെ പോകാനുള്ളവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ഞാനൊരു ഉടുപ്പ് തയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ അതേ മെറ്റീരിയൽ വെച്ചിട്ട്. അങ്ങനെ അവളും ഡ്രസ്സൊക്കെ മാറി അവളും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പനും അവളും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. 2 മാസം അവൾ ഭയങ്കര കൂട്ടായിരുന്നു പപ്പയ്ക്ക് ഭയങ്കര വിഷമമാണ് പോകുന്നതിൻ്റെ. അപ്പോൾ ഞങ്ങളിവിടെ പോകാനായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ അവളുടെ കുറേ സാധനങ്ങൾ പിന്നെ എൻ്റെ കുറേ സാധനങ്ങളായിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ അവർ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. വണ്ടി നമ്മുടെ റോഡിൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ഇവിടെ നടക്കാനുണ്ട്. പിന്നെ വണ്ടിക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ എല്ലാവരും എടുത്തുകൊണ്ട് പോയതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ ആ ബാഗ് എടുത്തോ ഈ ബാഗ് എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഞാനും ജാനയും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ അത് എനിക്കിട്ടുണ്ടായിരുന്നു. സാരിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട്. പക്ഷേ ചേട്ടൻ എന്ത് ചെയ്ത് ഷർട്ട് മാറാൻ സമ്മതിച്ചില്ല. പക്ഷേ ചേട്ടന് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷർട്ട് മാറാൻ സമ്മതിച്ചേ ഇല്ല. അങ്ങനെ ഞങ്ങളൊരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചുരം ഇറങ്ങി. ഇതാണ് വണ്ടി. അങ്ങനെ ഞങ്ങളതായ വീട്ടിലെത്തി. ആദ്യമായി ജാനക്കുട്ടീനെ അവളുടെ അപ്പയുടെ വീട്ടിലേക്ക് കയറ്റുകയാണ്. അവൾ വണ്ടിയിലാണെങ്കിലും
കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല കുട്ടിയായിരുന്നു. ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിൻ്റെ യാതൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സും പിന്നെ അവൾക്ക് സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഡ്രസ്സും കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ തുണിയിടുമ്പോൾ അവൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കരഞ്ഞാൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു. കുട്ടീനെ 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറ്റണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ 7-7:30 അങ്ങനെ ജിൻഡു പറഞ്ഞു എന്തോ സർപ്രൈസ് ഉണ്ട്, എല്ലാവരും മുകളിലേക്ക് വന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇതൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്ക് മുറിക്കാനായിട്ട് ഇവിടേക്ക് എത്തി. ഭയങ്കര സർപ്രൈസായിരുന്നു. കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും അന്നേനെ അവരവരുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.